സയൻസ് സെന്റർ നിയർ പോസ്റ്റ് ഓഫീസ്, എടോടി, വടകര. ലോകത്തിലെ ഏറ്റവും തീക്ഷ്ണമായ അനുഭവം വിരഹമാണെന്ന് തന്റെ പാട്ടിലൂടെ മലയാളികളെ ബോധ്യപ്പെടുത്തിയ ഗാനരചയിതാവാണ് ഇ.വി. വത്സൻ എന്ന് ചരിത്രകാരൻ പി. ഹരീന്ദ്രനാഥ് പറഞ്ഞു. നാടകരചയിതാവും സംഗീത സംവിധായകനും പാട്ടുകാരനും അധ്യാപകനുമായ ഇ.വി. വത്സൻ മാസ്റ്ററുടെ മധുമഴ തന്ന മധുരജന്മം എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിനിടെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇ.വി. വത്സൻ വടകരക്കാരുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ്. വടകരക്കാരായ സംഗീതപ്രേമികളുടെ സംഗീതബോധത്തിൻ്റെ ഉദ്ഗ്രഥനമാണ് ഇ.വി. വത്സൻ്റെ പാട്ടുകൾ. ഇ.വി. വത്സൻ അടിസ്ഥാനപരമായി ഒരു നാടകക്കാരനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ മറ്റ് പാട്ടെഴുത്തുകാരുടെ പാട്ടുകളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലുള്ള നാടകീയ അനുഭവ വൈചിത്രങ്ങൾ ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ലോകത്തിലെ ഏറ്റവും തീക്ഷ്ണമായ ദുഃഖം വിരഹമാണെന്ന്, അനുഭവം വിരഹമാണെന്ന് തൻ്റെ പാട്ടിലൂടെ മലയാളികളെ ബോധ്യപ്പെടുത്തിയ ഒരു ഗാനരചയിതാവാണ് ഇ.വി. വത്സൻ. ഇ.വി. വത്സൻ്റെ ഏറ്റവും വലിയൊരു മഹത്വം, ഒരു പാട്ടെഴുത്തുകാരൻ എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു മഹത്വം, സ്ഥിരമായി പാട്ടെഴുത്തുകാർ ഉപയോഗിച്ച് വരുന്ന വാക്കുകളെ പുതിയ ഭാവന കൊണ്ട് സാന്ദ്രമായി സംഗീതമധുരമായി എഴുതുകയും ആ പാട്ടുകളെല്ലാം ജനകീയവൽക്കരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇ.വി. വത്സൻ്റെ ഏറ്റവും വലിയ സംഭാവന. അതുകൊണ്ട് ഇ.വി. വത്സൻ്റെ പാട്ടുകൾ നമ്മുടെ കടത്തനാടിൻ്റെ സംസ്കൃതിയിലെ ഒരു മൂല്യമേറിയ ഒരു ഈടുവെപ്പാണ്, ഒരു സാംസ്കാരിക മൂലധനമാണ്. അതുകൊണ്ട് വടക്കൻ പാട്ടുകളെപ്പോലെ കടത്തനാട്ട് മാധവിയമ്മയുടെയും വി ടി കുമാരൻ മാസ്റ്ററുടെയും പി ടി അദ്രീമാൻ്റെയും കവിതകൾ പോലെ നമ്മൾ ഈ പാട്ട് വരും തലമുറകൾക്കായി നമ്മൾ കരുതി വെച്ചേ പറ്റൂ. നന്ദി, നമസ്കാരം. പാട്ട് എഴുത്തുകാർ ഉപയോഗിക്കാറുള്ള സ്ഥിരം വാക്കുകളെ മികവാർന്ന ഭാവന കൊണ്ട് ജനകീയവൽക്കരിക്കാൻ ഇ.വി. വത്സന് കഴിഞ്ഞുവെന്നും ഹരീന്ദ്രനാഥ് കൂട്ടിച്ചേർത്തു. കഴിഞ്ഞുപോയ കാലവും ഈ മനോഹര ഭൂമിയും അമ്മക്കുയിലുമൊക്കെയായി പ്രണയവും വിരഹവും ഭക്തിയുമെല്ലാം ഇഴചേർന്ന ഒട്ടേറെ ഗാനങ്ങൾ ഇ.വിയുടെ വിരൽത്തുമ്പിലൂടെ പിറന്നിട്ടുണ്ട്. വർഷങ്ങൾക്കിപ്പുറം തൻ്റെ പാട്ടുകൾക്ക് മറ്റാരൊക്കെയോ അവകാശികളാകാൻ ശ്രമിച്ചപ്പോഴും പരിഭവം പറഞ്ഞില്ല അദ്ദേഹം. എന്നാൽ ഈ വടകരയ്ക്കും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഇവിടുത്തെ ജനങ്ങൾക്കും അത് അംഗീകരിക്കാനായില്ല. ഇ.വിയുടെ എഴുത്തുകൾ വടകരയുടെ സാഹിത്യ കൂട്ടായ്മ അക്ഷരോപഹാരമായി മധുമഴ തന്ന മധുരജന്മം എന്ന പുസ്തകരൂപേണ നാടിന് സമർപ്പിച്ചു. ദേശശബ്ദം അതിന് ചുക്കാൻ പിടിച്ചു. മധുമഴയെ സ്നേഹിക്കുന്ന, തന്നെ സ്നേഹിക്കുന്ന ഈ നാടിനോടും ആസ്വാദകരോടും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ലെന്ന് ഇ.വി. വത്സൻ മാസ്റ്റർ പറഞ്ഞു. പിന്നെ ഇതൊക്കെ കൊണ്ടുണ്ടായ ഒരു നേട്ടം, എനിക്ക് ഒരു സംഗീത നാടക അക്കാദമിയുടെ ഒരു അവാർഡ് ലഭിച്ചതോടെ അതേക്കുറിച്ചുള്ള ചെറിയ സമൂഹ മാധ്യമങ്ങളിൽ വന്ന വാർത്തകളിലൂടെയും വാർത്തകളിലൂടെയൊക്കെ ഇത് എൻ്റേതാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് പലർക്കും തെറ്റിദ്ധരിച്ചവർക്കെല്ലാം ഉണ്ടായി. ഞാൻ പോലും എനിക്ക് എൻ്റെ പാട്ടാണ് എന്ന് പറയുമ്പോൾ അത് അല്ല എന്ന നിഷേധാത്മകമായ ആ ഒരു നിലപാട് ഇപ്പം മാറിയിരിക്കുന്നു. അതെന്തുകൊണ്ട് സ്വാഗതാർഹമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. വളരെ കാരണം നമ്മളൊക്കെ ഈ സൽക്കാരമുറിയിൽ ഇരുന്ന് കാണുന്നതും കേൾക്കുന്നതുമൊക്കെ എൻ്റെ പാട്ടുകൾ തന്നെയാണ്. അത് മറ്റുള്ളവരുടെ പേരിൽ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസമാണ് ഞാൻ പറഞ്ഞത്. അതിന് പലരും വ്യാഖ്യാനിച്ചത് നിങ്ങളുടെ പാട്ട് മറ്റുള്ളവർ പാടി കേൾക്കുമ്പോൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത് എന്നാണ് എല്ലാവരും ചോദിക്കുക. പക്ഷെ നമ്മുടെ മുന്നിൽ വെച്ച് മറ്റുള്ളവർ പാടുന്നത് മറ്റുള്ളവരുടെ പേരിൽ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബേജാറ്, അസൂയ, അതൊക്കെയാണ് എൻ്റെ സ്വാഭാവിക മനുഷ്യരുണ്ടാകുന്ന ഒരു പ്രകടനമാണ് ഞാൻ അന്ന് പറഞ്ഞത്. മധുരജന്മം അങ്ങനെ ഒരു പുസ്തക പ്രകാശനം നടന്ന ദിവസമാണിന്ന്. വളരെ സന്തോഷമുണ്ട്. ഞാനിതിന്
പേര് നൽകിയിരിക്കുന്നത് അസ്തമയത്തിൽ ഒരു ഉദയം എന്ന നിലക്കാണ്. മധുമഴ പ്രണയികളുടെ മധുമഴ പാട്ടുകളെ ആരാധിക്കുന്ന, സ്നേഹിക്കുന്ന, അവരെന്നെയും ഇത്ര കണ്ട് സ്നേഹിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു പരിപാടിയിലൂടെയാണ്. മനോഹരമായ ഈ ഭൂമിയിൽ ഇനി ജന്മമില്ല. ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ആ നല്ല കാലം ഇനി വരില്ലല്ലോ എന്ന ദുഃഖത്തിലാണ് പാട്ടിൽ ആശ്വസിക്കുക നാം എന്ന് എഴുതിയത്. എന്നാൽ ഇന്നത്തെ തലമുറ ആസ്വദിച്ചാലും ആശ്വസിച്ചാലും തെറ്റില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതെ, ഈ മനോഹര ഭൂമിയിൽ ഇനിയൊരു ജന്മമില്ലല്ലോ എന്നുള്ളത് ഒരു സങ്കടകരമായ കാര്യമാണ്. അതുകൊണ്ട് ആശ്വസിക്കുക എന്നാണ് എഴുതിയത്. പക്ഷേ പുതിയ തലമുറയ്ക്ക് ഇഷ്ടം അത് ആസ്വദിക്കുക എന്ന് പാടിക്കേൾക്കാനാണ്. പക്ഷേ അതിന് രചയിതാവ് എന്നുള്ള നിലക്ക് അതിന് എതിരൊന്നും നമ്മുടെ ഭാഗത്തൊന്നും ഉണ്ടാകുന്നില്ല. കാരണം ആസ്വദിച്ചോട്ടെ, നമുക്കെല്ലാം അതിൻ്റെ കാലം കഴിഞ്ഞതുകൊണ്ട് ആശ്വസിക്കാം എന്നാണ് ഞാനതേക്കുറിച്ചിട്ട് പറയുന്നത്. ഇപ്പോൾ തൻ്റെ ഏറ്റവും മികച്ച ഗാനങ്ങൾ പലരും തങ്ങളുടേതെന്ന വ്യാജേനെ ചാനലുകളിലും മറ്റും പാടുകയും അവ തന്നിൽ നിന്നും വിട്ടുപോകുമെന്നും തോന്നിയ ആ കാലത്താണ് സർക്കാർ സംഗീത നാടക അക്കാദമി അവാർഡ് നൽകി ആദരിച്ചത്. ഇതോടെ മധുമഴ EV വത്സന്റെ സ്വന്തമാണെന്ന് തിരിച്ചറിയാത്തവരും അറിഞ്ഞു തുടങ്ങി. കഴിഞ്ഞുപോയ കാലത്തിന്റെ പാട്ടുകാരനല്ല EV വത്സൻ, ഇനി വരാനിരിക്കുന്ന കാലത്തിന്റെ പാട്ടുകാരനാണെന്ന് പ്രശസ്ത ഗായകൻ പ്രേംകുമാർ വടകര അഭിപ്രായപ്പെട്ടു. വത്സേട്ടൻ കഴിഞ്ഞുപോയ കാലത്തിൻ്റെ പാട്ടുകാരനല്ല, ഇനി വരാനിരിക്കുന്ന കാലത്തിൻ്റെ പാട്ടുകാരനാണ്. എല്ലാ പ്രാർത്ഥനകളും ആശംസകളും. ഇനിയും കുറേ പാട്ട് എഴുതാൻ അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിതൽ കൊണ്ടെറിഞ്ഞാൽ നോവുമോ നിൻ ഹൃദയം, മധുമഴയായി പെയ്തമർന്നാൽ നീങ്ങുമോ നിൻ വ്യഥകൾ, ഓമനെ നിൻ ചൊടിയിൽ തെന്നലായി തഴുകിയാൽ എൻ്റെ ഇഷ്ടഗാനമാകുമോ. മധുമഴ തന്ന മധുരജന്മം എന്ന പുസ്തകത്തിന്റെ എല്ലാ ചെലവും വഹിച്ചത് അജിത കൃഷ്ണൻ എഡിറ്ററും ഡയറക്ടറുമായുള്ള ദേശശബ്ദം പബ്ലിക്കേഷൻസ് ആണ്. ആദ്യം അച്ചടിച്ച 1000 കോപ്പികൾ ചൂടപ്പം പോലെ വിട്ടഴിഞ്ഞതോടെ വീണ്ടും രണ്ടാം ഘട്ടമായി 1000 കോപ്പി കൂടി അടിച്ചെടുത്തു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മറ്റും വലിയ പ്രചാരണം ലഭിച്ചതോടെ വിദേശത്തുള്ളവരും തൻ്റെ ശിക്ഷഗണങ്ങളുമായ ഒട്ടേറെ ആസ്വാദകരും പുസ്തകം നേരത്തെ സ്വന്തമാക്കി. EVയുടെ ഗാനങ്ങളെക്കാളും താൻ ഇഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ നാടകങ്ങളായിരുന്നുവെന്ന് സിനിമാ നിർമ്മാതാവും അഭിനേതാവുമായ സുഗ്നേഷ് കുറ്റിയിൽ പറഞ്ഞു. എഴുതി പൂർത്തിയാക്കിയ ആ കാലത്തേക്കാൾ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ ശരിക്കും നാട് ഏറ്റെടുത്തത് അരനൂറ്റാണ്ടിന് ശേഷമാണെന്നും അദ്ദേഹം പറഞ്ഞു. വത്സേട്ടൻ്റെ ഒത്തിരി നാടകങ്ങളിൽ നല്ല വേഷങ്ങൾ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. വത്സേട്ടൻ്റെ ഗാനങ്ങളെക്കാളും ഞാനിഷ്ടപ്പെട്ടത് വത്സേട്ടൻ്റെ നാടകങ്ങളായിരുന്നു. കാരണം ഒരു കാലത്ത്, അത് ശരിക്കും പറഞ്ഞാൽ 1980-90 കാലഘട്ടങ്ങളിൽ വത്സേട്ടൻ്റെ നാടകങ്ങൾ വടകരക്കാരെ ത്രസിപ്പിക്കുന്ന നാടകങ്ങൾ, വടകരയിലെ സാധാരണക്കാരെ, വത്സേട്ടൻ്റെ നാടകം എന്ന് പറയുമ്പോൾ എത്ര നേരം വൈകിയാലും ആളുകൾ ഇരുന്ന് കാണുന്ന ഒരവസ്ഥയുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ട നാടകങ്ങൾ, രാജധാനിയും അതുപോലെ പ്രതീക്ഷയൊക്കെ ഒരുപാട് സ്റ്റേജുകൾ കളിച്ച നാടകങ്ങളായിരുന്നു. അതിലൊക്കെ നല്ല നല്ല വേഷങ്ങൾ ചെയ്യാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. ഒരു നല്ല ഗാനരചയിതാവായിരുന്നു വത്സേട്ടൻ. ആ ഒരു കാലത്ത് വത്സേട്ടൻ്റെ ഗാനങ്ങളെക്കാളും വത്സേട്ടൻ്റെ പ്രശസ്തി നാടകക്കാരൻ എന്ന നിലയിലായിരുന്നു. പക്ഷേ വത്സേട്ടൻ ഭാഗ്യം എന്ന് പറയട്ടെ, വത്സേട്ടൻ ഇപ്പോൾ ഒരു വലിയൊരു ഗാനരചയിതാവ് എന്ന പേരിലാണ് വത്സേട്ടൻ അറിയപ്പെടുന്നത്. അന്ന് ആ ഒരു കാലത്ത് എഴുതിയ ഗാനങ്ങൾ അന്ന് അത്രമാത്രം ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും വർഷങ്ങൾക്ക് ശേഷം, 19 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ അത് നാട് ഏറ്റെടുത്തൊരവസ്ഥയാണ്. ഒരുപാട് സന്തോഷമുണ്ട്.
ഇത്രയും മികച്ച കലാകാരന് വേണ്ട രീതിയിൽ പരിഗണനയോ അംഗീകാരമോ ലഭിച്ചില്ല എന്നത് സങ്കടകരമാണെന്ന് സിനിമാ സംവിധായകൻ പപ്പൻ നരിപ്പറ്റ അഭിപ്രായപ്പെട്ടു. വത്സൻ മാഷെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഒരുപാട് കഴിവുള്ള, ഗാനശാഖയിലാവട്ടെ ഒരുപാട് പാട്ടുകൾ എഴുതിയ ഒരു വ്യക്തിയാണ് വത്സൻ മാഷ്. പക്ഷേ വത്സൻ മാഷക്ക് വേണ്ട രീതിയിൽ പ്രോത്സാഹനമോ അല്ലെങ്കിൽ അംഗീകാരമോ നമ്മുടെ നാട്ടിൽ കിട്ടിയിട്ടില്ല. ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. നമ്മൾ ഒരു കവിത എഴുതുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഗാനം എഴുതുക എന്ന് പറയുന്നത് എളുപ്പമല്ല. ഒരുപക്ഷെ കഥ നമുക്ക് എഴുതാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ചില സംഭവ വികാസങ്ങൾ വെച്ചിട്ട് വേണേൽ നമുക്കൊരു കഥ എഴുതാം. പക്ഷേ കവിത എന്ന് പറയുന്നത് ഒരു ഗർഭം ധരിച്ചിട്ട് പ്രസവിക്കുന്ന പോലെയാണെന്ന് പല കവികളും വയലാറിനെ പോലുള്ള ആൾക്കാരൊക്കെ പറഞ്ഞായിട്ട് എനിക്കറിയാം. അപ്പോൾ കവിത എഴുതണമെങ്കിൽ അല്ലെങ്കിൽ പാട്ട് എഴുതണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നല്ല നോളജ് തന്നെ വേണം. വത്സൻ മാഷ് എന്തായാലും ആ കാര്യത്തിൽ വിജയിച്ചിട്ടുണ്ട്. ആരുടെടുത്തും ഒരവസരത്തിന് വേണ്ടിയോ ഒരു ചാൻസിന് വേണ്ടിയോ പിറകെ പോകാത്ത വത്സൻ മാഷ്, അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും ഒരുപക്ഷെ അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ ശോഭിക്കാൻ കഴിയാതെ പോയത്. ഒരുപാട് പാട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ മധുമഴ എന്ന പാട്ടാണ് അതിലൊരു മനോഹര ഗാനം, എൻ്റെ മനസ്സിനെ ആകർഷിച്ചൊരു ഗാനം എന്ന് പറയുന്നത്, ഈ മനോഹര ഭൂമിയിൽ ജന്മമില്ലല്ലോ സുഹൃത്തെ ആശ്വസിക്കുക, നമ്മൾ ആശ്വസിക്കുക, അതിന് ജന്മമില്ല, ജന്മം വേണ്ട എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ വത്സൻ മാഷ് ഒരു വിരഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രയാസത്തിൻ്റെ ചുവ പല പാട്ടുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. 50 വർഷം മുൻപ് ജന്മനാടായ അറക്കിലാട്ടെ കലാസമിതിക്കു വേണ്ടി ഈണം നൽകി ചിട്ടപ്പെടുത്തിയ പാട്ടാണ് കഴിഞ്ഞുപോയ കാലം എന്നത്. തലമുറകൾ ഏറ്റുപാടിയ ഈ പാട്ട് അന്നും ഇന്നും എന്നും ഓരോ മലയാളിയുടെ മനസ്സിലും മായാതെ നിലകൊള്ളുക തന്നെ ചെയ്യും. പോയ കാലത്തെ രേഖപ്പെടുത്തിയ അടയാളപ്പെടുത്തിയ പുസ്തകത്തിന്റെ പ്രകാശനമാണ്. മഞ്ഞലയിൽ മുങ്ങി നിന്ന തിങ്കളല്ലയോ, തമ്പുരുവിൽ തങ്ങി നിന്ന കാവ്യമല്ലയോ. മഞ്ഞലയിൽ മുങ്ങി നിന്ന തിങ്കളല്ലയോ, പ്രിയ തമ്പുരുവിൽ തങ്ങി നിന്ന കാവ്യമല്ലയോ. കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ, ഒഴിഞ്ഞുപോയ രാഗം കടലിനക്കരെ, ഓർമ്മകളെ നിന്നെയോർത്തു കരയുന്നു ഞാൻ, നിന്റെ ഓർമ്മകളിൽ വീണു. കാരണം അത്രയേറെ അർപ്പിതവും ഹൃദ്യവുമാണ് ഈണത്തോടൊപ്പം അതിലെ വരികളും. മോഹങ്ങൾ പൂച്ചൂടി നിൽക്കുന്ന കാലം, കണ്ണാ വരം തരുമോ, മുരളിക ചൂടും, ദൈവം തന്ന വീടുറങ്ങി, ജനുവരി ചൂടും ജമന്തികളെ, ഉദയം കഴിയാറായി, ഓണക്കാലം പിറന്നടി, അങ്ങനെ വത്സൻ മാസ്റ്റർ എഴുതിയതൊക്കെ സൂപ്പർ ഹിറ്റ് ഗാനമായി ആസ്വാദക ഹൃദയം കീഴടക്കി. 100-ലേറെ പാട്ടുകളാണ് മധുമഴയിലൂടെ ആദ്യമായി പുറത്തിറങ്ങിയത്. ഇതിനോടകം 3 സിനിമകൾക്കു വേണ്ടിയും അദ്ദേഹം പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. മധുമഴ തന്ന മധുരജന്മം എന്ന പുസ്തകത്തിൽ പാട്ടുകൾക്ക് പുറമെ ഓർമ്മക്കുറിപ്പുകൾ കൂടി രേഖപ്പെടുത്തുന്നുണ്ട് അദ്ദേഹം. ഓരോ മലയാളിക്കും ഗൃഹാതുരത്വമുണർത്തുന്ന ഓർമ്മകളാണ് EV വത്സൻ മാസ്റ്ററുടെ പാട്ടുകൾ സമ്മാനിക്കുന്നത്. നഷ്ടപ്രണയവും വിരഹത്തിൻ്റെ വേദനയും പ്രവാസിയുടെ നൊമ്പരവും കണ്ണൻ്റെ ഭക്തിയും മനുഷ്യൻ്റെ ആകുലതകളും സങ്കടവും ജീവിതത്തിൻ്റെ ആസ്വാദ്യ നിമിഷങ്ങളുമൊക്കെ വർണ്ണിക്കുന്ന വരികൾ EVയുടെ പേനത്തുമ്പിലൂടെ മധുമഴയായി പെയ്തിറങ്ങി. അത് കാലങ്ങൾ ഏറ്റുപാടി. EV വത്സൻ മാസ്റ്ററുടെ പാട്ടുകളെല്ലാം ഇനി മലയാള കരയിൽ എത്ര കാലം കഴിഞ്ഞാലും കൊഴിഞ്ഞു പോകാതെ ആസ്വാദക ഹൃദയത്തിൽ നിലനിൽക്കുക തന്നെ വേണം. എന്തിനെന്നല്ലേ, മലയാള ലളിതഗാന ശാഖയിലും ഓരോ മലയാളിയുടെയും ഹൃദയത്തിലും തേന്മഴയായി പെയ്തിറങ്ങാൻ.